ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേട്ടറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ബാലാബോധിനി എന്ന് പറയുന്ന ഒരു പത്രികനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കേട്ടറ്റ് കാറ്റഗറി 3യിൽ കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ വേറെ 2 പോയിൻ്റ് കൂടി പറയുകയാണെങ്കിൽ കേട്ടറ്റിൻ്റെ കാറ്റഗറി 3യിൽ കഴിഞ്ഞ എക്സാമിൽ വന്ന ഒരു ക്വസ്റ്റ്യനാണ്. പൂർവി ഹിന്ദിയുടെ ബോലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിശേഷണമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ നമ്മൾ ടോപ്പിക് വൈസ് വീഡിയോസ് ചെയ്തുകൊണ്ട് ഞാനത് അതിൻ്റെ ആ പഴയ ലിങ്ക് തന്നെ ടെലഗ്രാമിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ പോളായിട്ട് ഈ ക്വസ്റ്റ്യനും ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് തീർന്നു. പിന്നെ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന ബാലബോധിനി, അതായത് ആ വീഡിയോ വെച്ച് നമുക്കതിന് ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്കിനി ഒന്നുകൂടി അത് ചെയ്യണമെന്ന് തോന്നിയില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പുതിയൊരു ടോപ്പിക് എടുത്തു. ബാലാബോധിനി എന്ന് പറയുന്ന ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണിത്, ഒത്തിരി ഒന്നുമില്ല, ചെറിയൊരു ടോപ്പിക്കാണ്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഡീറ്റെയിൽസ് നമുക്ക് നെറ്റിലൊന്നും അവൈലബിൾ അല്ല. ഓക്കെ, അതുകൊണ്ട് ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്ന ഒരു ടോപ്പിക്കായിരിക്കും ഇത്. ഓക്കെ, ബാലാബോധിനി എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ കേട്ടറ്റിനെ പ്രിപ്പയർ ചെയ്യുന്നവരെന്താണ്, എക്സാമിന് ടൈം ഉണ്ടെന്ന് ഓർത്തിരിക്കേണ്ട. നിങ്ങൾ പയ്യെ പ്രിപ്പയർ ചെയ്ത് നോക്കുക. സ്ലോ ആൻഡ് സ്റ്റഡി ഓൾവേസ് വിൻസ് ദ റേസ് എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ പയ്യെ അതായത് ഓരോ ക്വസ്റ്റ്യൻസ് പേപ്പറോ അങ്ങനെയൊക്കെ വെച്ച് നിങ്ങൾ കുറച്ച് ടോപ്പിക്കുകൾ വെച്ച് കവർ ചെയ്തുകൊണ്ട് പോവുക. കാരണം നിങ്ങൾ പല കോഴ്സുകൾ ചെയ്യുന്നവരായിരിക്കും. ഇപ്പോൾ ഓൾറെഡി ചിലപ്പോൾ PG ചെയ്യുന്നവർ കാണും, BEd ചെയ്യുന്നവർ കാണും. ഓക്കെ, അപ്പോൾ അതിനൊപ്പം തന്നെ ഇതുകൂടി കൊണ്ടുപോകാൻ നോക്കുക. ഓക്കെ, കേട്ടിട്ട് ക്വാളിഫൈഡ് ആവുക എന്നാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ കൂടുതൽ പോയിൻറ്റ്സ് ഈ വീഡിയോയിലും വരുന്ന വീഡിയോസിലൊക്കെ ആയിട്ട് നമ്മൾ ഇതുപോലെ ആഡ് ചെയ്ത് പോകും. ഇപ്പം ഞാനിപ്പോൾ കേട്ടറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാതെ വീഡിയോസ് ചെയ്യുന്ന കുറവാണ്. ഇപ്പം നമ്മൾ ടോപ്പിക് വൈസ് വീഡിയോസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം നമ്മൾ ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ആണ് അദ്ദേഹമാണ് ഈ ഒരു പത്രിക കൊണ്ടുവന്നത്. അതിൻ്റെ സമ്പാദകം അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ ആദ്യമേ നോക്കും, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ बालबोधिनीलेക്കും പോകും. ഓക്കെ, भारतेंदु हरिश्चंद्र जन्म 9 सितंबर 1850 ईस्वी काशी, निधन 6 जनवरी 1885 ईस्वी കാശി. ഓക്കെ, ജനിച്ചതും മരിച്ചതും ഒരേ സ്ഥലത്ത് തന്നെയാണ്, കാശിയിലാണ്. ജന്മ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, നിധനും ഡേറ്റ് ഉണ്ട്, അതായത് 1850. അപ്പോൾ ആ ഡേറ്റുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മളൊരു ഹിന്ദി ബേസ്ഡ് ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമ്മുടെ അടുത്ത് ഒരുപക്ഷെ ഒരു ഡേറ്റ് അവർ പറയാം, എന്നിട്ട് അതിൻ്റെ ഹിന്ദിയിൽ എങ്ങനെയാണ് എന്ന് ചോദിക്കാം. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇതുപോലെയുള്ള ഡേറ്റുകൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം. അപ്പോൾ 1850 1850 എന്നാണ്, 1885 1885 എന്നുമാണ്. ഓക്കെ, അപ്പോൾ എനിക്കും പലപ്പോഴും ഇതിൽ കൺഫ്യൂഷൻ വരാറുണ്ട്. കാരണം ചിലതൊക്കെ കിട്ടും കേട്ടോ, എല്ലാം കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഇതുപോലെ ഡിജിറ്റ്സൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് വീഡിയോസിൽ നമ്മൾ അതുകൂടി ആഡ് ചെയ്തു പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് രാജാ ശിവപ്രസാദ് സിതാരെ ഹിന്ദ്. ഇൻസെ ഇനോനെ അംഗ്രേസി കി ശിക്ഷ ഗ്രഹൺ കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള രാജാ ശിവപ്രസാദ് സിതാരെ ഹിന്ദ് ഉണ്ട്. അദ്ദേഹത്തിൽ നിന്നാണ് ഭാരതേന്ദു ഇംഗ്ലീഷ് പഠിക്കുന്നത്. അതുപോലെ തന്നെ പണ്ഡിറ്റ് ഈശ്വർ ദത്ത് ഉണ്ട്, അദ്ദേഹത്തിൽ നിന്നാണ് ഹിന്ദി പഠിക്കുന്നത്. അതുപോലെ തന്നെ മൗലവി താജ് അലി സെ ഉറുദു കി ശിക്ഷ ഗ്രഹൺ കി. ഓക്കെ, മൗലവി താജ് അലിയിൽ നിന്നാണ് ഉറുദു പഠിക്കുന്നത്. ഉറുദുമേ രസ ഉപനാം സെ രചനായം ലിഖ്തേത്. ഉറുദുവിൽ അദ്ദേഹം രസ എന്ന് പറയുന്ന ഒരു പേരിലാണ് രചനകൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ, കാരണം നമ്മളെന്താണ് എപ്പോഴും അങ്ങനെ തൂലികാ നാമങ്ങൾ ഒത്തിരി പഴയ റൈറ്റേഴ്സൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ അതങ്ങനെ കുറഞ്ഞു വന്നു പോകുന്നു. പക്ഷേ നേരത്തെയുള്ള മിക്ക റൈറ്റേഴ്സും തൂലികാ നാമം വെച്ചിട്ടാണ് രചനകൾ എഴുതിയിരുന്നത്. അപ്പം ഭാരതേന്ദു ഉറുദുവിൽ എഴുതിയിരുന്ന രസ എന്ന് പറയുന്ന ഉപനാമിലൂടെയാണ്. ഓക്കെ, എനിക്ക് മൂൽ നാം ഹെ ഹരിചന്ദ്രത. ഓക്കെ, അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം എന്ന് പറയുന്നത് ഹരിചന്ദ്ര എന്നാണ്. ഓക്കെ, ഇനി കുറച്ച് പോയിൻറ്റ്സിലൂടെ നമുക്ക് പോകാം. അംഗ്രേസോനെ 1878 1878 ईस्वी എന്ന് പറയും. ईस्वी में രാജാ ശിവപ്രസാദ് को सितारे हिंद की ഉപാധി പ്രദാൻ കി. ഓക്കെ, അതായത് 1878 ബ്രിട്ടീഷുകാരാണ് രാജാ ശിവപ്രസാദിന് എന്ത് കൊടുത്തു, സിത്താരെ ഹിന്ദ് എന്ന് പറയുന്ന ഒരു ഉപാധി കൊടുത്തു. ഉപാധി എന്ന് വെച്ചാൽ ഒരു അംഗീകാരം കൊടുത്തു. ഓക്കെ, അപ്പോൾ इसके विरोध में उस समय के तत्कालीन साहित्यकार और पत्रकारों ने हरिश्चंद्र को 1880 ईस्वी में ഭാരതേന്ദു की ഉപാധി दी थी. അപ്പോൾ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അംഗീകാരം കൊടുത്തപ്പം
ഇന്ത്യക്കാർ, അതായത് ഇന്ത്യയിലുണ്ടായിരുന്ന ആ സമയത്ത് സാഹിത്യകാരന്മാരും പത്രക്കാർ, ന്യൂസ് പേപ്പർ എഡിറ്റേഴ്സ്, അങ്ങനെയുള്ളവരെല്ലാവരും കൂടി എന്ത് ചെയ്തു, ഭാരതേന്ദു ഹരിശ്ചന്ദ്രനെ ഭാരതേന്ദു എന്ന് പറയുന്ന ഒരു അംഗീകാരം കൊടുത്തു. 1880 ഓക്കെ. അപ്പം ഭാരതേന്ദുവിന് അംഗീകാരം കിട്ടിയത് 1880. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി അദ്ദേഹത്തിൻ്റെ 3 പത്രികകളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. 3 പത്രിക. ഒന്ന് കവിവചൻ സുധയാണ്. 1868 ഈസ്വിയിലാണത് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത്, അതായത് 1868 ഈസ്വി में. ഇനി അതിൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് കാശി ബനാറസിൽ നിന്നാണ് ഇത് പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് ആണ് ഹരിശ്ചന്ദ്ര മാഗസിൻ എന്ന് പറയുന്നത് 1873 1873 ഈസ്വി में. ഓക്കെ, അന്നാണിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം 1874 അതായത് 1874 ഈസ്വിക്ക് നവം അങ്ക് സെ ഇസ്കാ നാം ബദൽക്കർ ഹരിശ്ചന്ദ്ര ചന്ദ്രിക കർ ദിയാ ഗയാ. ഓക്കെ, അപ്പോൾ നമ്മൾ മിക്കയിടത്തും സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഹരിശ്ചന്ദ്ര ചന്ദ്രിക എന്നായിരിക്കും കിട്ടുന്നത്. അത് ശരിക്കും ഹരിശ്ചന്ദ്ര മാഗസിൻ എന്ന് പറഞ്ഞ് 1873 തുടങ്ങിയതാണ്. അതിൻ്റെ 9ാമത്തെ എഡിഷനായപ്പോൾ അതിൻ്റെ പേര് മാറ്റിയിട്ട് ഹരിശ്ചന്ദ്ര ചന്ദ്രിക എന്നാക്കി മാറ്റി. ഓക്കെ, അതാണ് അവിടെ വരുന്നത്. ഇനി അടുത്തതാണ് ബാലാബോധിനി. 1874 ഈസ്വി 1874 ഈസ്വിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1874 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ത്രീ ശിക്ഷാക്കേലിയെ പെഹലി പത്രിക ആരംഭ കിയാത. അപ്പോൾ എന്താണ്, സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആദ്യമായിട്ട് ഇറക്കുന്ന ഒരു പത്രികയായിരുന്നു ഇത്. ഓക്കെ, 4 വർഷോं तक प्रकाशित होने के बाद ये പത്രിക ബന്ദ് हो गई. അപ്പോൾ ഏകദേശം 4 വർഷത്തോളം ഇത് പബ്ലിഷ് ചെയ്തു. അതിനുശേഷം ഇത് നിർത്തേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ബാലാബോധിനിയെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത ആയിട്ട് അതിൻ്റെ PYQs ഏത് ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളതും കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഈ ഒരു ടോപ്പിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ഇത് ഭാരതേന്ദുവിനെ കുറിച്ചൊരു വീഡിയോ അല്ല. അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കേട്ടനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അതിൻ്റെ കണ്ടൻസുകളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ വരുന്ന ദിവസങ്ങളിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരൊന്ന് നോക്കുക. ഓക്കെ, കാരണം അടുത്ത എക്സാം ആകുമ്പോഴത്തേന് അത്യാവശ്യം നല്ലൊരു കണ്ടൻറ്റ് ചാനലിൽ കൊണ്ടുവരിക എന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ചെയ്യാത്ത ടോപ്പിക്കുകൾ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പ്രാവശ്യത്തെ, അതായത് ഈ വീഡിയോസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ് കഴിഞ്ഞ കേട്ടറ്റ് എക്സാമിൽ ചോദിച്ചതാണ്. ബാലാബോധിനി നാമക് പത്രിക കാ സമ്പാദൻ കിസ്നെ കിയ. ഇത് ആരാണ് എഡിറ്റ് ചെയ്തത്? എൻ്റെ എഡിറ്റർ ആരായിരുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര, നഗേന്ദ്ര, രാമചന്ദ്ര ശുക്ല, മിശ്ര ബന്ധു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കുക. കാരണം എത്ര പേര് ഇവിടം വരെ വീഡിയോ കാണുന്നുണ്ടെന്ന് കൂടി അറിയാനിത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഗൈസ്, സീ യു ഓൺ ദ നെക്സ്റ്റ്. തബ് തക് കെ ലിയേ ഓക്കെ. ഒരു പോയിന്റ് കൂടി പറയാനുള്ളത്, പലരും എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു JLTയുടെ ബന്ധപ്പെട്ട് നല്ല ടെക്സ്റ്റ് ഏതാണെന്നൊക്കെ കമൻറ്റ് വരുന്ന ഞാൻ കണ്ടായിരുന്നു. അത് പറയാമെന്ന് പറഞ്ഞാൽ വിട്ടുപോയി. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുക, എനിക്ക് പറയാനുള്ള, ഞാനൊരു ടെക്സ്റ്റ് നോക്കാറില്ല. ഓക്കെ, എനിക്കതുകൊണ്ട് അതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽസ് ആയിട്ട് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ വേറെ രീതിയിൽ നോക്കുക. ഞാൻ കൂടുതലും കണ്ടൻറ്റ് നോക്കുന്നത് നെറ്റിൽ നിന്ന് തന്നെയാണ്. അതല്ലെങ്കിൽ നഗേന്ദ്രൻ്റെ പോലെ 2-3 ടെക്സ്റ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. എന്നാലും മോസ്റ്റ് ഓഫ് ദ സംഭവം നമ്മൾ നെറ്റിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ കറക്റ്റായിട്ട് ഏത് ടെക്സ്റ്റാണ് നല്ലതെന്ന്, അല്ലെങ്കിൽ ടെക്സ്റ്റുകൾ കറക്റ്റായിട്ട് റെഫർ ചെയ്യാൻ എനിക്ക് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ നോക്കാറില്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഞാൻ വന്ന ഏതെങ്കിലും പേര് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് കെ ലിയേ ഓക്കെ, ബൈ.